മസ്ജിദ്. ഇസ്ലാമിൽ പള്ളിക്ക് പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. സാഷ്ടാംഗം നമിക്കുന്ന സ്ഥലം എന്ന അർത്ഥമുള്ള മസ്ജിദ് എന്ന പദമാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. നമസ്കാരമാണ് പള്ളിയിൽ നിത്യവും നടക്കുന്ന ആരാധനാ കർമ്മം. ഒരാൾ നേതൃത്വം വഹിക്കുകയും മറ്റുള്ളവർ പിന്നിൽ അണിയണിയായി നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. നേതാവ് അഥവാ ഇമാം നിൽക്കുന്ന സ്ഥലം മിഹ്റാബ് എന്നറിയപ്പെടുന്നു. വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നടത്തപ്പെടുന്ന പ്രസംഗത്തിനായി ഇമാം കയറി നിൽക്കുന്ന ഭാഗം മിമ്പർ എന്നറിയപ്പെടുന്നു. നമസ്കാരം ദൈവവുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ളും പുറവും എല്ലാം ദൈവവുമായി നേരിട്ട് പങ്കുവയ്ക്കുകയാണ് നമസ്കാരത്തിലൂടെ. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ മധ്യവർത്തികളോ ഇടയാളന്മാരോ ഇല്ല. പള്ളിയിൽ വിഗ്രഹങ്ങളോ രൂപങ്ങളോ ഫോട്ടോകളോ ഇല്ല. ഒരു ദിവസം 5 നേരങ്ങളിൽ നമസ്കാരമുണ്ട്. നിരന്തര ദൈവസ്മരണ, ആത്മസംസ്കരണം, വ്യക്തിത്വ വികാസം എന്നിവ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളുടെ പ്രതിഫലനങ്ങൾ ഇപ്രകാരമാണ്. 5 നേരത്തെ നമസ്കാരം ആത്മാവിന്റെ 5 നേരങ്ങളിലെ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കലുള്ള ആത്മശുദ്ധീകരണമാണ്. സകാത്ത് സമ്പത്തിന്റെ ശുദ്ധീകരണത്തിലൂടെയുള്ള ആത്മാവിന്റെ സംസ്കരണമാണ്. ശൈശവ പ്രകൃതിയിലേക്ക് മടങ്ങി ആത്മാവിന്റെ തനിമയും ശുദ്ധിയും വീണ്ടെടുക്കുന്ന പ്രക്രിയയത്രേ ഹജ്ജ്. ചുരുക്കത്തിൽ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ മനുഷ്യരെ സംസ്കരിച്ച് സൽസ്വഭാവികളും സൽഗുണസമ്പന്നരുമാക്കി വളർത്തിയെടുക്കുന്നു. അതോടൊപ്പം ഇസ്ലാമിലെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥകൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ആർജവവും എനർജിയും പകർന്നു നൽകുന്നു.